ഹായ് ഡിയേഴ്സ്, കുറേ അധികം ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇതൊരു 1 kg വെയിറ്റ് വരുന്ന 2 നട്ടി ബബിളി കേക്കായിരുന്നു. ഇതെൻ്റെ ഒരു കസ്റ്റമർ, അവർക്ക് ഫങ്ഷനായിട്ടൊന്നുമില്ല, ഒരു കേക്ക് കഴിക്കാൻ തോന്നിയപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു. ഒരെണ്ണം ഇവിടെ അനിയത്തി വന്നിട്ടുണ്ട് വീട്ടിൽ, അപ്പോൾ അവൾ വരുമ്പോൾ ഒരു കേക്കിന് പറയാറുണ്ട്. ആ ഒരു കേക്കാണ് കേട്ടോ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല കേട്ടോ. സ്കൂളിലുള്ള ടൈമിൽ രാവിലെ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം കഴിയും, അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനില്ല നമുക്ക്. പക്ഷേ വെക്കേഷൻ ആയി കഴിഞ്ഞപ്പോൾ കേക്കിന് ഓർഡേഴ്സ്, പെരുന്നാൾ കഴിഞ്ഞ മുതൽ കേക്കിന് ഓർഡേഴ്സ് എല്ലാ ദിവസവും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. 2, 3, 4 ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേരുടെ കാര്യങ്ങളും കൂടി വന്നപ്പം ഓടിയെത്താൻ പറ്റാത്തൊരവസ്ഥ. അതിൻ്റെ ഇടയ്ക്ക് പെരുന്നാളിന് തണുത്ത കൂടി കഴിച്ച് ത്രോട്ട് ചെറിയൊരു പണി വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നവും നമുക്ക് വീഡിയോ എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ ഉള്ളൊരു ടൈമൊന്നും കിട്ടാതെ വന്നു. പിന്നെ വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇടിയും മഴയൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബേക്കിംഗ് ഒക്കെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് വയ്ക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് ഈ ഒരാഴ്ചയിൽ എനിക്ക് തോന്നുന്നു എല്ലാ കേക്കുകളും കൊണ്ടേ കൊടുക്കേണ്ട കേക്കുകളായിരുന്നു. അതുകൊണ്ട് തന്നെ മഴ വിട്ട് നിൽക്കുമ്പോൾ കൊണ്ടു കൊടുക്കും. മാക്സിമം മഴയൊക്കെ നനയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ കുറഞ്ഞിട്ടില്ല, ചെറുതായിട്ടുണ്ട്. ഇത് നമ്മൾ ബൂസ്റ്റ് മിൽക്കിൽ തിളപ്പിച്ച് അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ലൂസാക്കി ബേക്ക് ചെയ്തെടുത്തത്. പിന്നെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബദാമും കാഷ്യൂവും ചോക്ലേറ്റും ബൂസ്റ്റുമാണ്. നമ്മൾ ക്രീമിലും അതേപോലെ തന്നെ ബൂസ്റ്റ് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് അത് ആ ക്രീം ഉപയോഗിച്ചാണ് കേട്ടോ ഫ്രോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കേക്കൊക്കെ ചൂടാറി ലെയറൊക്കെ കട്ട് ചെയ്ത് കേക്ക് രണ്ടും ഒന്നിച്ച് ബേക്ക് ചെയ്ത് ചൂടാറി ലെയറെല്ലാം കട്ട് ചെയ്ത് ഫ്രോസ്റ്റ് ചെയ്യുന്ന ആണ്. 2 കേക്ക് ഒന്നിച്ചാണ് ഞാൻ ഫ്രോസ്റ്റ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ഇരിക്കുന്ന കേക്ക് എനിക്ക് കൊടുക്കാനുള്ളതും അപ്പുറത്തത് ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്ത് കഴിക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ 2 കേക്കുകളും അവൾ നട്ടി ബബിളി കേക്ക് വേണമെന്നൊന്നും പറഞ്ഞിരുന്നില്ല. ഏതാണോ കേക്ക് അന്ന് ചെയ്യുന്നത് ആ ഒരു കേക്ക് ചെയ്യുന്നതാണ് എനിക്കെളുപ്പം. ഏതെങ്കിലും ഒരു കേക്ക് ഫ്ലേവർ മതി അവൾക്ക്, വീട്ടിൽ പിള്ളേർക്കെല്ലാം കഴിക്കാൻ. പക്ഷേ ഞാൻ ചെയ്യുമ്പം ആ ടൈമിൽ ഏതാണോ ചെയ്യുന്നത് അതാണ് കേട്ടോ ഞാൻ കൂടുതലും ചെയ്യാറ്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. സ്ക്വയർ കേക്കാണ് രണ്ടും ചെയ്തത്. സ്ക്വയർ കേക്ക് നമുക്ക് ഫിനിഷ് ചെയ്യൽ കുറച്ച് താമസമുള്ള പരിപാടിയാണ്. റൗണ്ട് കേക്കുകളാണ് കുറച്ച് ഫിനിഷിങ് എളുപ്പം കിട്ടുക. ഇത് കസ്റ്റമർ നമുക്ക് റെഫറൻസ് തന്നിരുന്നു, അത് സ്ക്വയർ കേക്ക് ആയിരുന്നു. പിന്നെ മറ്റത് ഞങ്ങൾക്ക് ഇവിടെ എടുക്കാനുള്ള കേക്ക് എന്ന് പറയുമ്പോൾ അത് സ്ക്വയർ ചെയ്യാൻ കാരണം പീസ് മുറിക്കാൻ കൂടുതൽ കിട്ടുക സ്ക്വയർ കേക്കായിരിക്കും. അതുകൊണ്ടാണ് അത് ഞാൻ സ്ക്വയർ തന്നെ സെലക്ട് ചെയ്തത്. ആദ്യം ഫിനിഷ് ചെയ്ത് ഫസ്റ്റ് കോട്ടിങ് ചെയ്തെടുക്കുന്നത് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള കേക്കാണ്. അത് ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ഞങ്ങൾക്ക് ഇവിടെ എടുക്കാനുള്ള കേക്കും കൂടി ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് കൊടുക്കാനുള്ള കേക്കിന് ഫൈനൽ കോട്ടിങ് ചെയ്യാൻ കേട്ടോ. ഇത് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതും പാലും മിൽക്ക് മെയ്ഡും ബൂസ്റ്റും കൂടെ ഇട്ട് തിളപ്പിച്ച ആറി തണുപ്പിച്ച ആണ് കേട്ടോ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫിനിഷിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ നട്ടി ബബിളി കേക്ക് എന്നല്ല, ഏത് കേക്കിനും എപ്പോഴും ഭംഗി അതിൻ്റെ ആ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇതും അതേപോലെ തന്നെ ഞാൻ കസ്റ്റമർ നമുക്ക് തന്നത് നട്ടി ബബിളി കേക്കിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഡിസൈനൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യം വന്നില്ല. സൈഡിൽ കൂടെ നട്ട്സൊക്കെ വെച്ച് കൊടുത്ത് അതേപോലെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബൂസ്റ്റ് നമ്മൾ അരിപ്പയിൽ അരിച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. ഈ നട്ടി ബബിളി കേക്കിന് നമ്മൾ ആദ്യം ബൂസ്റ്റ് ഇടുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നില്ല കേട്ടോ. പക്ഷേ അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഇരുന്ന് ആ ബൂസ്റ്റ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി. 2 കേക്കുകളും ഏകദേശം ഒരേപോലെ ഫിനിഷ് ചെയ്തിട്ട് ഒരു കേക്ക് നമുക്ക് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു. ഞാനൊരു 3 മണിയൊക്കെ ആയപ്പം 2 കേക്കും ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. ഈ കേക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ചുമ്മാ കൊച്ചിൻ്റെ കൂടെ ഒന്ന് കയറി കിടന്നപ്പോഴേക്കും ഒന്നും മയങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോഴേക്കും വലിയ മഴയാണ് പെയ്യാൻ പോകുന്നത്. 4 മണിയായിട്ടാണ്. പിന്നെ ഒരു ഓട്ടമായിരുന്നു. കേക്ക് എടുത്തു, പാക്ക് ചെയ്തു. പിന്നെ അവരെ വിളിച്ചു ചോദിച്ചപ്പോഴേക്കും 5 മണിയാണല്ലോ, ഇനി വീട്ടിലില്ലെങ്കിലോ എന്നോർത്തൊന്ന് വിളിച്ചു ചോദിച്ചു. അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോഴേക്കും അവർ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മതി, എന്നാലും വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ 5 മണി കഴിഞ്ഞ് പിന്നെ ആ ടൈം കഴിഞ്ഞു പോകുമല്ലോ.
പിന്നെ അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് കൊണ്ടു കൊടുത്തു. ഇവിടെ വീട്ടിൽ കൊടുക്കാനുണ്ടായിരുന്ന തറവാട്ടിൽ കൊടുക്കാനുണ്ടായിരുന്ന കേക്ക് 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ മഴ വലിയ കാര്യമായില്ല, മഴക്കാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ കാറ്റൊക്കെ ആയിട്ട് വന്നു, പിന്നെ അത് പെയ്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്